ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളം തന്നെയാണ് ആക്രമണ വിധേയമായിരിക്കുന്നത്. അൽ ഉദൈദ് വ്യോമതാവളം. അങ്ങനെ നോക്കുമ്പോൾ ഖത്തറിന്റെ ടെറിട്ടറിയിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ വ്യോമതാവളം ആക്രമിക്കുമ്പോൾ അമേരിക്കയ്ക്കെതിരെ മാത്രമല്ല ഖത്തറിനെതിരെയും ആക്രമണം നീണ്ടതായി തോന്നാം. പക്ഷേ ഇതിൽ വലിയ രീതിയിലുള്ള ഖേദ പ്രകടനമാണ് ഇറാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം ഖത്തർ എന്ന മധ്യസ്ഥ രാജ്യം എപ്പോഴും അറബ് മേഖലയിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഇറാനും അറബ് രാജ്യങ്ങളും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴും ഇസ്രയേലും അറബ് രാജ്യങ്ങളും തമ്മിലും ഇസ്രയേലും ഹമാസും തമ്മിലും തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും അത് പരിഹരിക്കാൻ മധ്യസ്ഥത വഹിച്ചിരുന്നത് ഖത്തറാണ്. ഖത്തർ തലസ്ഥാനമായ ദോഹയിലാണ് പല സമയങ്ങളിലും ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഇറാന്റെ തന്നെ പ്രതിനിധികളും എല്ലാം സമ്മേളിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അവിടേക്ക് വരാൻ ഇസ്രയേലിലും തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു രാജ്യത്തെ ഇറാൻ ആക്രമിക്കുന്നു എന്ന നറേറ്റീവ് ഉണ്ടാകുന്നത് അറബ് യൂണിറ്റിക്ക് വലിയ വിഘാതമാകും എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് അതിനുള്ള ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്കൻ വ്യോമതാവളങ്ങളെ തന്നെയാണ് ആക്രമിച്ചിരിക്കുന്നത്. ഇറാന് അടിക്കുള്ള തിരിച്ചടി എന്ന നിലയിൽ സ്വാഭാവികമായി അമേരിക്കയുടെ ഏതാണ്ട് എല്ലാ വ്യോമതാവളങ്ങളും സൈനിക താവളങ്ങളും അറബി മേഖലയിൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രത്യേക ഒരു ആശയക്കുഴപ്പം മാറുന്ന ഒരു സന്ദർഭമാണ് ഇത്. എന്നാൽ ഒരു ലാർജർ പിക്ചർ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു അറബ് രാജ്യത്തിനെതിരെ ഇറാൻ ആക്രമണം നടത്തേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ അമേരിക്കയ്ക്ക് ആ മേഖലയിൽ തുടരണമെങ്കിൽ, സേനാ താവളങ്ങൾ തുടരണമെങ്കിൽ, അമേരിക്കയുടെ ആയുധ കച്ചവടം ഈ രാജ്യങ്ങളുമായി അഭംഗുരം നടക്കണമെങ്കിൽ ഒരു ഫിയർ സൈക്കോസിസ് ജനറേറ്റ് ചെയ്യപ്പെടണം. ഇറാൻ ഉയർത്തുന്ന ഒരു ഭീഷണി ഇസ്രയേലിന് മാത്രമല്ല അറബ് മേഖലയാകമാനം, പ്രത്യേകിച്ച് സൗദി അറേബ്യയ്ക്കും UAEക്കും ഒക്കെ അത് ഭീഷണിയാണ്. അവർക്ക് ടെറിട്ടോറിയൽ ഭീഷണിയുണ്ട്, സൈനിക ഭീഷണിയുണ്ട്, അതോടൊപ്പം തന്നെ അവർക്ക് വ്യാപാര ഭീഷണിയും ഉണ്ട്. ഇത് വരുത്തി തീർക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. അപ്പം ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ്, സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ആ ഒരു പ്ലോട്ടിൽ ഒരു പരിധിവരെ ഇറാൻ വീണോ എന്നൊരു സംശയം കഴിഞ്ഞ ദിവസം ജനറേറ്റ് ചെയ്തു. ഖത്തർ ആക്രമിച്ചു എന്ന് വന്നപ്പോൾ ആ രീതിയിൽ വിശകലനം നീണ്ടു. അതുകൊണ്ടാണ് കൃത്യമായ ആശയവിനിമയം അവിടെ ആവശ്യമുണ്ട് എന്ന് ഇറാൻ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ആശയം കുറച്ചുകൂടി വ്യക്തമാക്കി കൊണ്ടുവരുന്നത്. അത് ഒരുപക്ഷെ സഫീഷ്യന്റ് ആയിരിക്കും എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ ഡീൽ ശാശ്വതമാകണമെങ്കിൽ ക്ലെയിംസ് ആൻഡ് കൗണ്ടർ ക്ലെയിംസ് അവസാനിപ്പിക്കുകയും ഒരു സമാധാന മനസ്സ് വരികയും ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഇനി ഞങ്ങളാണ് മുന്നിട്ട് നിന്നത്, ഞങ്ങളാണ് ജയിച്ചത് എന്ന രീതിയിൽ രണ്ടു ഭാഗത്തു നിന്നും ക്ലെയിം വരികയും അമേരിക്കയുടെ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് ഇനി വരുന്ന പല പ്രസ്താവനകളും കൂടുതൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സമാധാനം വീണ്ടും മരീചികയായി മാറും. അത് സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല ഇസ്രയേലിനുണ്ട്, ഇറാനുണ്ട്, അമേരിക്കയ്ക്കുമുണ്ട്.